ഇവിടെ ഒരാൾ വരേണ്ട സമയമായിരിക്കുന്നു. ലെറ്റ് us see ആരാന്ന് നോക്കട്ടെ. മലയാള സിനിമയിൽ ജാസിയുടെ വരവ് ഒരു തരംഗമായിരുന്നു. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക് എല്ലാ മേഖലയിലും ജാസി ഒരു സെൻസേഷണൽ ഹിറ്റായിരുന്നു. ഇന്നും തെലുങ്കിലും കന്നഡത്തിലും ജാസി ഏറ്റവും തിരക്കുള്ള സംഗീത സംവിധായകനാണ്. വളരെയധികം സന്തോഷമുണ്ട്. മലയാളത്തിൽ ഏറ്റവും വേറിട്ട ഒരു ശബ്ദവും അതുപോലെ തന്നെ നാടൻ അല്ലെങ്കിൽ ഫോക്കും വെസ്റ്റേണും കൂടെ ചേർത്തുള്ള ഒരു ഫ്യൂഷൻ രീതി മലയാളത്തിൽ പരീക്ഷിക്കുകയും അന്ന് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെൻസേഷനായിട്ടുള്ള തൈക്കുടം ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ജാസിയെ അനുകരിക്കുന്നതാണ് കാണുന്നത്. മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ ഫോക്കും വെസ്റ്റേണും ചേർന്നുള്ളൊരു മിക്സ് ഇന്ന് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ജാസിയെക്കുറിച്ചാണ് ഓർക്കാറുള്ളത്. ജാസിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഒരു 10-12 വർഷം മുമ്പ് ഇപ്പോഴത്തെ ഈ ഒരു ബാൻഡ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് S5 എന്നുള്ള ബാൻഡ് വെച്ച് മാത്രം ഒരു ഫിലിം അദ്ദേഹം ചെയ്തു, ഫോർത്തിപ്പള്ളി അടുത്ത സീരീസുകളിലൊന്ന്. അന്ന് സത്യം പറഞ്ഞാൽ ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അത് വീണ്ടും 10 വർഷം എടുത്തു എന്നുള്ളതാണ് അവരുടെ ഡെവലപ്മെൻറ്റ്. ഇപ്പോഴാണ് ആക്ച്വലി ഇപ്പോഴും ബാൻഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പൊസിഷനുണ്ട്. ഒത്തിരി ഇന്നോവേഷൻസ് അതിനകത്ത് നടക്കുന്നുണ്ട്. സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മുടെ പുതിയ ജനറേഷൻ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. 12 വർഷം മുമ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ പരീക്ഷണങ്ങൾക്കെല്ലാം ഇപ്പം ജയരാജ് അല്ലായിരുന്നുവെങ്കിൽ, മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സംഗീതം സ്വീകരിക്കില്ലായിരുന്നു. ഇതിൽ മറ്റൊരു സംവിധായകൻ അതിന് ശേഷം വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ധൈര്യമായിട്ട് ഒരു സംഭവം ലോഞ്ച് ചെയ്യാൻ അത്രയും ഗട്ട്സ് ഉള്ള ഒരു ഡയറക്ടർ. ഫോക്കും വെസ്റ്റേണൊക്കെ കൂട്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമ പാട്ടുകളുടെ ഭാവുകത്വത്തെ അങ്ങോട്ട് പിഴുതെറിഞ്ഞു. ഒരു പുതിയൊരു ആലാപന ശൈലിയും രീതിയും സംഗീതവും എല്ലാം കൂട്ടിക്കുഴച്ചു. പാട്ട് കമ്പോസിങ് ടൈമിൽ തന്നെ സാറ് പറഞ്ഞൊരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ വളരെ യൂത്ത്ഫുൾ ആയിരിക്കണം. നമ്മുടെ ഇവിടെ കുറച്ചൊരു മിഡ് റേഞ്ച് പാട്ടല്ലാതെ ചെറിയൊന്ന് റേഞ്ചിൽ ഒക്കെ പോയിട്ട് പാടുന്ന സാധാരണ അത് തമിഴിലും തെലുങ്കിലൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മൊത്തം യൂത്ത് ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു യൂണിവേഴ്സലായിട്ട് മ്യൂസിക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം താളമാണ്. അപ്പം ഒരു റിതമിക് ബേസ്ഡ് ആയിട്ട് അതിൻ്റെ പുറത്ത് മെലഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഒരു എനർജി കൊണ്ടുവരാൻ താളങ്ങൾക്ക് സാധിക്കും എന്നുള്ളത്. കൈതപ്രത്തിൻ്റെ തിരുമേനിയുടെ രചനയും അതിനൊരു സൂട്ടബിൾ ആയല്ലേ? വളരെ തീർച്ചയായിട്ടും ആ സംഗീതത്തിന് ചേരുന്ന രീതിയിലുള്ളൊരു രചന. ലജ്ജാവതി എന്നുള്ള വേർഡ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മാറ്റണമെന്ന് പറഞ്ഞതാണ്. കാര്യം അദ്നാൻ സ്വാമിയൊക്കെയാണ് പാടുന്നെങ്കിൽ ലജ്ജാവതിയൊക്കെ എങ്ങനെ പാടും? സാധാരണ ചെറിയ വേർഡൊക്കെ ആണെങ്കിൽ അപ്പോഴത്തേക്കാണ് എനിക്ക് ആ ഒരു ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഒരു പൾസ് മനസ്സിലാക്കിയത്. ഇത് തന്നെ മതി, ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് 10-15 മിനിറ്റിനകത്താണ് ആക്ച്വലി ലിറിക്കും എല്ലാം തീരുന്നത്. അപ്പോഴത്തേക്ക് തിരുമേനി എഴുതിയ ലിറിക്ക് കണ്ടപ്പോഴത്തേക്ക് ആക്ച്വലി ജയരാജ് സാർ സർപ്രൈസ്ഡായി, ഞങ്ങളെ സർപ്രൈസായി. കാര്യം അതിനകത്ത് എന്തൊക്കെയോ വളരെ നമുക്ക് നൊസ്റ്റാൾജിക്, ഇപ്പം നൊസ്റ്റാൾജിക് എന്നുള്ള വാക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സംഭവം വളരെ പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞ ഒരു. പക്ഷേ ജാസിയിനകത്ത് വേറൊരു സംഭവം ഞാനിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ ജാസിയെ ക്ഷണിക്കാത്ത ആരും ഉണ്ടാവില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ പരിപാടികളിലും ജാസി ഒരു അവിഭാജ്യ ഘടകമായി. ജാസി അവിടെ പോകുന്നു, ഈ പാട്ട് പാടുന്നു, ഇറങ്ങുന്നു, അടുത്ത പരിപാടിക്ക് പോകുന്നു. ഏറ്റവും തിരക്കുള്ള ഒരാളായിട്ട് ജാസി മാറി അല്ലേ? ആ കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരാളായിട്ട് ജാസി മാറി. ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്കൂൾ കോളേജുകളൊക്കെ.